ഹലോ, പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതുവരെ നിങ്ങൾ കണ്ട ചർച്ച സൂംബ ഡാൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഈ മയക്കുമരുന്നിനും മറ്റുള്ള കാര്യങ്ങളിലേക്കുമൊക്കെ കുട്ടികൾ ആട്ടിത്തെളിക്കപ്പെടുന്നതിൻ്റെ കാര്യം അവർക്ക് ഒരുപാട് അവധി സമയം കിട്ടുന്നു. അപ്പോൾ ഈ സമയമൊക്കെ അവരെ എൻഗേജ്ഡ് ആക്കി നിർത്താൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ വേണം. അതിൽ ഒന്നാണ് സൂംബ ഡാൻസ്. അനാവശ്യമായി നമ്മൾ എതിർക്കുമ്പോൾ ഇതുകൊണ്ട് ചില ഗുണങ്ങൾ, ചില സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. പ്രൈം ടൈം ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. പാലക്കാട് റെയിൽവേ ട്രാക്കിൽ മണ്ണിടിച്ചിലുണ്ടായി. ഷൊർണൂരിൽ നിന്നും തൃശ്ശൂരിലേക്കുള്ള റെയിൽവേ ട്രാക്കിൽ അകമല റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപമാണ് ഇപ്പോൾ മണ്ണിടിച്ചിരിക്കുന്നത്. ചില ട്രെയിനുകൾ അതുമൂലം വൈകി ഓടുന്നു. യാത്രക്കാരൊക്കെ ശ്രദ്ധിക്കണം. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ട്രെയിൻ ഗതാഗതത്തെ ഇത് ബാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ട്രെയിനുകൾ ക്യാൻസൽ ചെയ്തതായി നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ടോ? SKN ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി ഇത് തൃശ്ശൂർ മുള്ളൂർക്കരയ്ക്കും വള്ളത്തോൾ നഗറിനും ഇടയിൽ ഇത്തരത്തിൽ സംഭവിച്ചു, മണ്ണിടിഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഇവിടെ ആളുകൾ, നിരവധി ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. വന്ദേ ഭാരത് അടക്കം ലേറ്റാണ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഒരു ട്രെയിൻ ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ പിടിച്ചിട്ടിട്ടുണ്ട്. മറ്റു ട്രെയിനുകൾ പലയിടങ്ങളിലായി പിടിച്ചിട്ടിരിക്കുകയാണ്. ആളുകളൊക്കെ വലിയ ആശങ്ക. എവിടേക്ക് പോകാനുള്ള ഏട്ടാ? ബാംഗ്ലൂരിലേക്കാണ്. എന്താ പറയുന്നത്? ട്രെയിൻ ഇതുവരെ എവിടെയാണോ എത്തിയത് പോലും പറയണില്ല. ഇവിടുന്ന് വരുന്ന വണ്ടിയാണ് അത് കണ്ണൂരിൽ നിന്ന് യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണ്. യശ്വന്ത്പൂരിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്നതാണ്. പക്ഷെ ഇതുവരെ എവിടെയാണ്, എന്താണ് സമയത്തിന് ഒന്നും പറയാൻ ഇതുവരെ ആയിട്ടില്ല എന്നുള്ളത്. എവിടേക്ക് പോകാനാണ്? ഞാൻ എറണാകുളത്തേക്കാണ്. ചോദിച്ചോ? അവർ കുറച്ച് കഴിയുമെന്നാ പറഞ്ഞത്. എവിടേക്കാ ചേട്ടാ പോകുന്നത്? കണ്ണൂരേക്കാ ചോദിച്ചു. അവർ ടൈം പറയാൻ പറ്റില്ല എന്നാണ്. മണ്ണിടിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എത്രത്തോളം ട്രെയിനുകൾ പിടിച്ചിട്ടുണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത്? കുറേ ട്രെയിനുകൾ ഇത്തരത്തിൽ ബ്ലോക്കാണെന്ന് പറയണത്. ഒന്നും കറക്റ്റായിട്ട് പറയണില്ല അവർ. അവർക്കും അത് കൃത്യമായി മനസ്സിലാക്കുന്നില്ല. കാരണം ഇവിടെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമുക്കത് പറയാൻ കഴിയില്ല, എത്രയും പെട്ടെന്ന് പരിഹരിക്കുമെന്നാണ് പറയുന്നത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ഈ ട്രെയിനുകളൊക്കെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട ഒരു സാഹചര്യമാണ് നമ്മുടെ നിലവിൽ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കാണുന്നത്. ആളുകൾക്ക് ഒരു കൃത്യമായ വിവരം നൽകാൻ റെയിൽവേക്ക് ഇപ്പോൾ കഴിയുന്നില്ല. കാരണം അതിപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും അത് മണ്ണ് നീക്കം ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചേട്ടൻ എവിടേക്ക് പോകുന്ന? ബാംഗ്ലൂർ. എന്താ പറയുന്നത്? ഇത് പറഞ്ഞത് വടക്കഞ്ചേരിയിൽ മണ്ണിടിച്ചിട്ടുണ്ട്, ലേറ്റ് ആവും എന്നാണ് പറയുന്നത് ട്രെയിൻ. അപ്പോൾ ഇനി എന്താണ് ഒരു ട്രെയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്, വടക്കഞ്ചേരിയിലെത്തി. ഹാഫ് ആൻ അവർ ലേറ്റ് ആവുമായിരിക്കും. തീർച്ചയായും ഇനിയും ഹാഫ് ആൻ അവർ ലേറ്റ് ആയിരിക്കും എന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുക. എവിടേക്ക് പോകാൻ? കണ്ണൂര്. വണ്ടി ഉണ്ടോ? വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് എത്തുക? ഏത് വണ്ടിയായിരുന്നു? ഇവിടുന്ന് കണ്ണൂർ പോകുന്ന വണ്ടി. പേരെന്ന് പറഞ്ഞു പിടിച്ച് ബ്ലോക്കാണല്ലേ? ബ്ലോക്കാണ് ഇപ്പോൾ അവിടെ പറഞ്ഞത്. ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്തു ഉണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്ത നിരവധി ആളുകളുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പല ആളുകളും പല മേഖലയിൽ നിന്ന് ബുക്ക് ചെയ്ത ആളുകളാണോ? ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകളാണോ? ട്രെയിൻ കാത്തിരിക്കുകയാണോ? എത്ര നേരമായി ഇപ്പോൾ? ഇപ്പോൾ ഒരു അരമണിക്കൂറായി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതുവരെ വന്നിട്ടില്ല. എത്തേണ്ടതാണ് വണ്ടി? പിന്നെ 8:30 വരുന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വിവരം കിട്ടിയിട്ടില്ല ഇതുവരെ. ഇല്ല നമ്മൾ ഒരുപാട് പ്രതീക്ഷ കൂടിയിട്ട് ഓടിപ്പിച്ച് വരുന്നതാണ്. ഓരോ ഉദ്ദേശമായിട്ട് പോകുന്നതല്ലേ, കണ്ണൂരൊക്കെ പോകേണ്ടത്. അപ്പോൾ ഇതുവരെ റിസൾട്ടും കിട്ടിയില്ല. മണ്ണിടിഞ്ഞിട്ടാണ് എന്നാണ് പറയുന്നത്. എന്തായാലും നിലവിൽ ഇതേപോലെ ട്രെയിനുകൾ ഇങ്ങനെ പിടിച്ചിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എത്ര നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്? വന്നിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ട്രെയിൻ പല മേഖലയിൽ നിന്നും പിടിച്ചിട്ടിരിക്കുന്നു. ട്രെയിൻ ഗതാഗതം ഏതാണ്ട് താറുമാറായിട്ടുണ്ട്. ആ മണ്ണിടിച്ചിൽ പരിഹരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഈ ഒരു ഘട്ടത്തിൽ പങ്കുവെക്കുന്നത് ആളുകൾ. എന്തായാലും വന്ദേ ഭാരത് അടക്കമുള്ള എല്ലാ ട്രെയിനുകളും ഇപ്പോൾ ലേറ്റായിട്ടാണ് ഓടുന്നത്. പാലക്കാട് നിന്ന് വരുന്ന അമൃത എക്സ്പ്രസ് ഈ തൃശ്ശൂരിലേക്കുള്ള ട്രാക്കിലാണ് ഈ മണ്ണ് ഇടിഞ്ഞ് വീണിരിക്കുന്നത്. സ്വാഭാവികമായി അമൃത എക്സ്പ്രസ് അടക്കമുള്ള മുഴുവൻ ട്രെയിനുകളും ലേറ്റ് ആകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. നിലവിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ 2 ട്രെയിനുകളോളം പിടിച്ചിട്ടിട്ടുണ്ട്. മറ്റ് ട്രെയിനുകൾ പലയിടങ്ങളിലായി പിടിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ തൃശ്ശൂർ മേഖലയിൽ തന്നെ പല ട്രെയിനുകളും ഓരോ സ്ഥലങ്ങളിൽ പിടിച്ചിട്ടുണ്ട് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. SKN എന്തായാലും യാത്രക്കാർ ഏതാണ്ട് ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം അവർ പല കാര്യങ്ങൾക്ക് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകളാണ്. അവർ ഏതാണ്ട് ബുദ്ധിമുട്ടിലാണ് ഈ ഒരു ഘട്ടത്തിൽ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, ഗ്രൗണ്ടിൽ നിന്ന് ആ റിപ്പോർട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. SKN. ശ്രീജിത്ത് ശ്രീകുമാരാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീജിത്ത് നിൽക്കുന്ന സ്ഥലത്ത്
ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ്, അവിടെയാണ് ട്രെയിൻ പിടിച്ചിട്ടിരിക്കുന്നത്. അതുപോലെ വള്ളത്തോൾ നഗറിലും ട്രെയിൻ പിടിച്ച് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വി അരുൺകുമാർ, അതായത് വി എസ് അച്യുതാനന്ദൻ്റെ മകൻ ഒരു വിവരം അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വി എസ് അച്യുതാനന്ദൻ്റെ ആരോഗ്യ നിലയിൽ മെച്ചമുണ്ട് എന്നാണ് അരുൺകുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുവെന്നും പറയുന്നു. എന്തായാലും വി എസ് അപകടനില തരണം ചെയ്ത് വരികയാണെന്നാണ് മകൻ അരുൺകുമാർ ഇപ്പോൾ അല്പം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം വേഗം സാധാരണ നിലയിലേക്ക് വരട്ടെ എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ജീവിതം മുഴുവൻ ഒരു പോരാട്ടമാക്കി മാറ്റിയ നേതാവായിരുന്നു അദ്ദേഹം. ജനമനസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടമെന്നും. മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം കൊണ്ടോട്ടി മൊറയൂർ അയ്യാടൻ മലയിൽ വിള്ളലുണ്ടായി. ഈ പ്രദേശത്ത് നിന്ന് 42 കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റി താമസിപ്പിച്ചു. ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സമീർ, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായെന്നാണ് ജിയോളജി അധികൃതർ പറയുന്നത്? ഈ വിള്ളലിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിലുണ്ടായ ശക്തമായ മഴയ്ക്ക് പിന്നാലെയാണ് ഈ മൊറയൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ അയ്യാടൻ മലയിൽ വിള്ളൽ കണ്ടെത്തിയത് എന്നുള്ളതാണ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ ഇന്ന് ഈ മലയിൽ പരിശോധന നടത്തി അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് 42 കുടുംബങ്ങളെ പ്രദേശത്ത് നിന്നും മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഇവരെയൊക്കെ തന്നെ ബന്ധു വീടുകളിലേക്കാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്താണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഈ മലയിൽ പലയിടങ്ങളിലായി വലിയ രീതിയിലുള്ള വിള്ളൽ രൂപപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു പക്ഷേ മഴ ശക്തമായി കഴിഞ്ഞാൽ കൂടുതൽ വിള്ളലുണ്ടാവുകയും അതൊരു അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ വ്യക്തമാക്കുന്നത്. മുൻ വർഷങ്ങളിലൊക്കെ തന്നെ മഴ ശക്തമാകുമ്പോൾ ഈ മാറ്റിപ്പാർപ്പിക്കാർ ഉണ്ടെങ്കിലും ഇത്തരത്തിൽ വലിയ രീതിയിൽ വിള്ളൽ അനുഭവപ്പെടുന്നത് സമീപകാലത്ത് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. നിലവിൽ ബന്ധുവീടിലേക്കാണ് ആളുകളെ മാറ്റിയതെങ്കിലും മഴ ശക്തമായാൽ കൂടുതൽ ആളുകൾ ഒരുപക്ഷെ മാറ്റേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് പഞ്ചായത്ത് അധികൃതർ നൽകുന്നുണ്ട്. ആവശ്യമെങ്കിൽ ക്യാമ്പ് ആരംഭിക്കാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂടുതൽ വാടക വീടുകൾ കേന്ദ്രീകരിച്ച് ആളുകളെ മാറ്റാനുള്ള നടപടിയും സ്വീകരിക്കുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ മാറ്റിപ്പാർപ്പിച്ച ആളുകൾ 15 ദിവസത്തിന് ശേഷം സാഹചര്യം പരിശോധിച്ച ശേഷം മാത്രമേ തിരികെ വരാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിലവിൽ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഈ റീൽസ് പിടുത്തം കുറച്ച് അപകടം ഉണ്ടാക്കുന്ന വഴിയിലായിട്ടുണ്ട്. ചില ആൾക്കാർ നിയന്ത്രണം വിട്ട രീതിയിൽ റീലുകൾ ചിത്രീകരിക്കുന്നു. ഇപ്പോൾ റീല് ചിത്രീകരിക്കാൻ വരുന്നവരെ സൂക്ഷിക്കണം എന്നുള്ള അവസ്ഥ. ആലപ്പുഴ എന്നൊരു വാർത്ത. ചേർത്തല പള്ളിപ്പുറത്തെ കുടിവെള്ള ടാങ്കിലിറങ്ങി കുളിച്ച് റീലുണ്ടാക്കി യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ്. കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലാണ് ഇറങ്ങിയെന്നാൽ റീൽസ് ചിത്രീകരിക്കുന്നത്. റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ നാട്ടുകാരാണ് യുവാക്കളെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. കുടിവെള്ളത്തോടാ കളി. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നു. ആ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. അതായത് കുടിവെള്ളത്തിലിറങ്ങി കുളിച്ചതിന് ശേഷം പോലീസിൻ്റെ പിടിയിലായ ഈ കുളിവീരന്മാർ, റീലുമായി ചെന്ന് റീലിന് വേണ്ടി ഷൂട്ട് ചെയ്ത കുളിവീരന്മാരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്നാലും കുറച്ച് അപകടം പിടിച്ച കാര്യമാണ്. മനുഷ്യന് കുടിവെള്ളത്തിൻ്റെ വില എന്താണെന്ന് ഇവർക്ക് മനസ്സിലാകില്ല എന്ന് തോന്നുന്നു. വിവരങ്ങൾ പറയൂ അശ്വിൻ പാലാഴി. ഇതിൻ്റെ പരിണിത ഫലമായി പറയാനുള്ളൊരു കാര്യം ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടി എന്നുള്ള ഒരു കാര്യമാണ്. കാരണം ഈ മഴക്കാലമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഈ കിണറ്റിലെയും മറ്റും വെള്ളമൊക്കെ അത്ര വിശ്വസിച്ച് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ചേർത്തല അടക്കമുള്ള പ്രദേശങ്ങളിലുണ്ട്. കാരണം വെള്ളപ്പൊക്കമൊക്കെ വലിയ പ്രശ്നമായിരുന്നു അവിടെ പല പ്രദേശങ്ങളിലും. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഈ വെള്ളമാണ് പല വീട്ടുകാരും കുടുംബങ്ങളും ആശ്രയിച്ചിരുന്നത്. അതിലാണിപ്പോൾ ഒരു തടസ്സം ഇപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടുണ്ടായിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ഒരു 3:30 ഈ വാട്ടർ ടാങ്കിന് മുകളിൽ നിന്നും, അതായത് മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ ടാങ്കാണ്, ഈ വാട്ടർ ടാങ്കിന് മുകളിൽ നിന്നും ഈ കൂകിവിളികളും ശബ്ദവുമൊക്കെ നാട്ടുകാർ കേൾക്കുന്നത്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് 3 യുവാക്കൾ ഇതിന് മുകളിൽ നിന്ന് കുളിക്കുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് മറ്റെന്തെങ്കിലും ആണോ, ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് എന്തെങ്കിലും നടക്കുകയാണോ എന്ന് ആദ്യം സംശയമുണ്ടായിരുന്നു. പിന്നീട് ഒരാൾ വീഡിയോ എടുക്കുകയും മറ്റ് 2 പേർ ഈ മുകളിൽ നിന്ന് ഡൈവ് ചെയ്ത്, അതായത് ഈ ഇതിൻ്റെ ഒരു ഭിത്തിയിൽ നിന്ന് വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ കണ്ടതോടെയാണ് ഇത് മെയിൻ്റനൻസ് അല്ല, മറ്റു ചില പരിപാടികളാണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലായത്. പിന്നീട് നാട്ടുകാരത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. പിന്നെയാണിത് ഇവർ കുളിക്കുകയും മറ്റൊരാളിത് മൊബൈലിൽ പകർത്തുകയുമാണ്. അങ്ങനെയാണിത് റീൽ ചിത്രീകരണമാണ് എന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുന്നത്. ഉടൻ തന്നെ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തി 3 യുവാക്കളെയും തടഞ്ഞു വെച്ചു. ചേർത്തല പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി ഇവരെ പിടികൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ പുറത്തേക്ക് ഇറക്കുന്നതിനിടെ നാട്ടുകാരുടെ ക്ഷുഭിതരാവുകയാണ് ചെയ്തത്. അതായത് റീൽസ് ചിത്രീകരിക്കാൻ എത്തിയ ആളുകൾ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയ നാട്ടുകാരോട് ക്ഷുഭിതരാകുന്ന യുവാക്കളുടെ ഒരു കാര്യം കൂടി നമുക്ക് അവിടെ നിന്ന് കാണാനായി. എന്തായാലും ഗുരുതരമായ കുറ്റകൃത്യമാണ്. 1000-ലധികം കുടുംബങ്ങൾ ആശ്രയിക്കുന്നത്. ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും ഈ വാട്ടർ ടാങ്കിൽ നിന്നാണ്
ശുദ്ധജലം കുടിക്കാനായി എത്തിക്കുന്നത്. അവിടെയാണ് സോപ്പൊക്കെ ഉപയോഗിച്ച വെള്ളം പൂർണ്ണമായും മലിനമാക്കിയിട്ടുള്ളത്. നിലവിൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടരുകയാണ്. അതിൽ 2 ഘടകങ്ങളാണ് ഇനി വേണ്ടത്. ഒന്നാം, മുനിസിപ്പാലിറ്റി രേഖാമൂലം പരാതി നൽകേണ്ടതുണ്ട്. അതുകൂടാതെ വാട്ടർ അതോറിറ്റി കൂടി വിഷയത്തിൽ പരാതി നൽകണം. ഈ 2 പരാതികളും രേഖാമൂലം പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ലഭിച്ചാൽ മാത്രമേ നിയമപരമായി പോലീസിന് ഇതിൽ മുന്നോട്ട് പോകാനാവുകയുള്ളൂ. കേസെടുക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അത് അങ്ങനെയാണ് പരിഗണിക്കേണ്ടത്. നിലവിൽ ഈ 3 പേരും കസ്റ്റഡിയിലാണ്. മറ്റ് നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ട്. നാളെ എങ്ങനെ ഈ കുടുംബങ്ങളിലേക്ക് 1000-ലധികം വരുന്ന വീടുകളിലേക്ക് വെള്ളം എത്തിക്കും, കുടിവെള്ളം എത്തിക്കുമെന്ന വലിയ ചോദ്യവും നിലനിൽക്കുകയാണ്. SK. എൻ്റെ സംശയം അതല്ല, ഇപ്പൊ ഈ പുഴകളും ആറുകളും തോടുകളും ഒക്കെ നിറഞ്ഞു കിടക്കല്ലേ, ഈ ആറ്റിലോ തോട്ടിലോ പോയി റീൽസ് ഉണ്ടാക്കിക്കൂടെ? ഇവര് ഈ കുടിവെള്ളത്തിലേക്ക് ഇറങ്ങണമായിരുന്നു. കുടിവെള്ളത്തിൽ ഇവർ ശരിക്കും എന്താ ചിത്രീകരിച്ച് കുളിക്കുന്ന മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ? ഇതൊരു വൈറൽ കണ്ടന്റിന്റെ കാലമാണല്ലോ. അതുകൊണ്ട് തന്നെ അവർ ഉദ്ദേശിച്ചതൊരു വൈറൽ ദൃശ്യമാണ്. കാരണം ആ വാട്ടർ ടാങ്കിന്റെ നല്ല ഉയരമുള്ള വാട്ടർ ടാങ്കാണ്. ഏകദേശം 7-8 നില പൊക്കമുള്ള ഒരു കെട്ടിടത്തിനേക്കാൾ ഉയരമുള്ള ഒരു വാട്ടർ ടാങ്കാണ്. ആ വാട്ടർ ടാങ്കിന് മുകളിൽ നിന്നാൽ ചേർത്തല നഗരത്തിന്റെ ഏകദേശം ഒരു നല്ല ഭാഗം ഇവർക്ക് മൊബൈലിൽ ഷൂട്ട് ചെയ്യാനാകും. അങ്ങനെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു കുളത്തിലേക്ക് ചാടുന്നത് പോലെ ഈ വാട്ടർ ടാങ്കിലേക്ക് ചാടുകയും അവിടെ കുളിക്കുകയും ചെയ്യുന്ന ഒരു മനോഹര ദൃശ്യമാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അത് എത്രത്തോളം ആളുകളെ ബാധിക്കുന്നതാണെന്നൊരു ചിന്ത ഒരുപക്ഷെ അവരിൽ ഉണ്ടായി കാണില്ല. ആ ദൃശ്യത്തിന്റെ ഭംഗിയാണ് അവർ പരിഗണിച്ചത്. അത് മാത്രമാണ് അവർ പരിഗണിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചേർത്തല നഗരത്തിന്റെ വലിയൊരു ഭാഗം ബാക്ക്ഗ്രൗണ്ടിൽ ഈ യുവാക്കൾ അവിടെ നിന്ന് ഡൈവ് ചെയ്ത് ഈ വെള്ളത്തിലേക്ക് ചാടുന്നു, അവിടെ കുളിക്കുന്നു. ഇതായിരുന്നു അവരുടെ റീൽസിന്റെ സ്ക്രിപ്റ്റ് എന്നുള്ളതാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് അല്പം കടന്നുപോയി, അല്പമല്ല വലിയ തോതിൽ കടന്നുപോയി. അത് ഈ കുടിവെള്ള ടാങ്കിലേക്ക് ചാടേണ്ടതുണ്ടായിരുന്നു. പിടിച്ചോണ്ട് പോകുന്നത് ഒരു റീൽ കണ്ടന്റ് ആയല്ലോ, അത് ആളുകൾ സോഷ്യൽ മീഡിയ വഴി ഇഷ്ടം പോലെ കണ്ടോളൂല്ലോ. നന്നായി, എന്തായാലും നന്നായി. അപ്പോൾ ശ്രീരാജ് കാലിക്കറ്റ് പറയുന്ന ഇത് ശ്രീരാജ് കാലിക്കറ്റിൻ്റെ അഭിപ്രായം ഇതാണ്. സാർ, പലരും അടിപിടിയായിരുന്നു, അത് നമ്മുടെ ചർച്ച എങ്കിലും ഒരേ ചോദ്യം തന്നെ എല്ലാവരും ചോദിച്ചു. നമുക്ക് ശ്രീരാജ് കാലിക്കറ്റ് പറയുന്ന മറ്റൊരു കാര്യമാണ്, ഇതുപോലെയുള്ള ആളുകൾ പല റീലും ചിത്രീകരിക്കും, അതിൻ്റെ കാലമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് വളരെ സങ്കടകരമായ മറ്റൊരു വാർത്തയിലേക്ക്. തൃശ്ശൂർ എരുമപ്പെട്ടിയിൽ കനത്ത മഴയിൽ 2 വീടുകൾ തകർന്നുപോയി. 5 മണിയോടെയായിരുന്നു ഈ സംഭവം നടന്നത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരുകയാണ്. സൂരജ്, ആരുടെ വീടുകൾക്കാണ് ഈ അപകടം ഉണ്ടായത്? തൃശ്ശൂരിൽ കനത്ത മഴ തുടരുന്നതിനിടയിലാണ് ഈ എരുമപ്പെട്ടിയിൽ 2 വീടുകൾ തകർന്നത്. അതിലൊരു വീട് വാസയോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടപ്പെടുത്തുന്നത്. അതിൽ ആദ്യ വീട് ആറ്റാത്രയിൽ മതീശൻ രജനി ദമ്പതികളുടെ വീടാണ്. ഇവരുടെ വീടാണ് 5 മണിക്ക് ഈ അപകടം സംഭവിക്കുന്നത്. ഇവരുടെ വീടിന്റെ ഒരു വശത്തെ ചുവർ ഇടിഞ്ഞ് മറ്റു ചുവരുകളിലേക്ക് വീഴുകയും അങ്ങനെ ഒരു വീടിന്റെ ഒരു ഭാഗം തന്നെ തീർത്തും തകർന്ന അവസ്ഥയിലാണ്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും നമുക്ക് എത്രമാത്രം ഭീകരമാണ് എന്നുള്ളതാണ്. ഇത് ഓടിട്ട മേൽക്കൂരയായിരുന്നു. അങ്ങനെ വെള്ളം ഒലിച്ചിറങ്ങി ഈ കാലപ്പഴക്കം മൂലം ഈ ഈർപ്പം കൂടി നിന്നാണ് ഈ കെട്ടിടം തകർന്നതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 2ാമത്തെ വീടാകട്ടെ ഈ കനത്ത മഴയിൽ മങ്ങാടാണ് 2ാമത്തെ വീട് തകർന്നിരിക്കുന്നത്. അവിടെ മണികണ്ഠന്റെ വീടിന്റെ പുറകുവശം, അത് അടുക്കളയോട് ചേർന്ന ഭാഗമാണ്, ഇടിഞ്ഞ് താഴ്ന്ന് മണ്ണിലേക്ക് ഇരിക്കുകയായിരുന്നു അടുക്കളയുടെ ഭാഗം. അതോടുകൂടി ആ വീടിന്റെ ഒരു വശവും ഇതേപോലെ തന്നെ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. തൃശ്ശൂരിൽ ഇപ്പോഴും കനത്ത മഴ തന്നെ തുടരുകയാണ്. 20-ലധികം ക്യാമ്പുകൾ ഇതിനോടകം തുറന്നിട്ടുണ്ട്. 500 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഒടുവിൽ നൽകുന്ന കണക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ പ്രതിസന്ധി എന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് 24 പുറത്തുവിട്ടതിന് പിന്നാലെ ആരോഗ്യവകുപ്പ് ഈ ആരോപണങ്ങൾ തള്ളി. ഹാരിസിനോട് വിശദീകരണം തേടുമെന്ന് DME ഡോക്ടർ വിശ്വനാഥൻ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഡോക്ടർ ഹാരിസും പ്രതികരിച്ചു. വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മാറ്റിവെച്ചതിന് പിന്നാലെയായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. തന്റെ മകന്റെ പ്രായമുള്ള വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ ഉപകരണമില്ലാത്തതിനാൽ മാറ്റിവെക്കേണ്ടി വന്നതിൽ തനിക്ക് ലജ്ജയും നിരാശയുമുണ്ട്. വകുപ്പിനെ മെച്ചപ്പെടുത്താൻ ഓടി ക്ഷീണിച്ചു. ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാനില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഡോക്ടർ ഹാരിസ് പറയുന്നു. സംഭവം വിവാദമായതോടെ ആദ്യമിട്ട പോസ്റ്റ് പിൻവലിച്ചു. പിന്നീടിട്ട പോസ്റ്റിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനോട് നീതി പുലർത്താൻ തനിക്ക് കഴിയുന്നില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമെന്ന് ഡോക്ടർ ഹാരിസ് ചോദിച്ചു. നടപടി ഉണ്ടായിക്കോട്ടെ, നടപടി ഉണ്ടാക്കി. ഞാനെന്തായാലും ഇതിനകത്ത് നമുക്ക് സർവീസ് തന്നെ എനിക്ക് മടുത്തിരിക്കുകയാണ്. ഇനി അതിനകത്ത് നടപടികൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാൻ. നമ്മൾ നാണക്കേട് കാണിച്ച സത്യങ്ങൾ മൂടി വയ്ക്കുന്നത് എന്തിനാണത്? ശസ്ത്രക്രിയ മുടങ്ങിയതായി വിവരം ലഭിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലെന്ന ഡോക്ടർ ഹാരിസിന്റെ ആരോപണത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും മന്ത്രി വീണ ജോർജ്. ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഒരു വിഷയം എത്തുന്ന നിലയിലേക്ക് ആ ഒരു വിഷയം എൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല. DMEയുടെ
ശ്രദ്ധയിലും ഈ വിഷയമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് എന്നുള്ളത് അത് സമഗ്രമായിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം. അടിയന്തര സ്വഭാവമുള്ള ശസ്ത്രക്രിയ അല്ല മാറ്റിവെച്ചതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വാദം. ഇക്കഴിഞ്ഞ വർഷം 50 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ യൂറോളജി വകുപ്പിന് വാങ്ങി നൽകിയെന്നും വിശദീകരിക്കുന്നു. ആരോഗ്യമേഖലയെ നാണം കെടുത്താൻ വേണ്ടിയാണ് ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്ന നിലപാടാണ് ആരോഗ്യവകുപ്പിന്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. എന്നാലും ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് യാഥാർത്ഥ്യമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ജോലി ആരോഗ്യവകുപ്പിനുണ്ട്. അന്വേഷിച്ച് എന്താണ് കാര്യമെന്ന് ജനങ്ങളോട് പറയുകയും വേണം. ഇനി നമുക്ക് വളരെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു നിമിഷത്തെക്കുറിച്ചാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസാരിച്ചു. ശുഭാംശു ശുക്ലയുടെ യാത്ര എല്ലാ ഇന്ത്യക്കാർക്കും പ്രചോദനമാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ബഹിരാകാശ നിലയത്തിനുള്ള അനുഭവങ്ങൾ ശുഭാംശു ശുക്ല പ്രധാനമന്ത്രിയുമായിട്ട് ഇന്ന് പങ്കുവച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ശുഭാംശു ശുക്ലയുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചത്. ശുഭാംശു ശുക്ലയുടെ യാത്ര ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബഹിരാകാശ നിലയത്തിലെ വിശേഷങ്ങൾ പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു. ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ ഭൂമിക്ക് അതിരുകളില്ലെന്നും ഇന്ത്യ മനോഹരമെന്നും ശുഭാംശു ശുക്ല. തന്റെ ആദ്യ പരീക്ഷണം വിത്തുകോശങ്ങളിൽ ആകുമെന്നും ബഹിരാകാശ നിലയത്തിൽ ഉറക്കമടക്കമുള്ള നിസ്സാര കാര്യങ്ങൾ ഏറെ ശ്രമകരമെന്നും ശുഭാംശു പ്രധാനമന്ത്രിയോട് പറഞ്ഞു. बहुत अच्छा लग रहा है, बहुत नया एक्सपीरियंस है ये और कहीं ना कहीं बहुत सारी चीजें ऐसी हो रही हैं जो दर्शाती हैं कि मैं और मेरे जैसे बहुत सारे लोग हमारे देश में और हमारा भारत किस दिशा में जा रहा है. ये जो मेरी यात्रा है ये पृथ्वी से ऑर्बिट की 400 किलोमीटर तक की जो छोटी सी यात्रा है ये सिर्फ मेरी नहीं है. मुझे लगता है कहीं ना कहीं हमारे देश की भी यात्रा है. बिकॉज जब मैं छोटा था मैं कभी सोच नहीं पाया कि मैं एस्ट्रोनॉट बन सकता हूँ. രാജ്യത്തു നിന്നും അകലെയെങ്കിലും ശുഭാംശു ഇന്ത്യക്കാരുടെ ഹൃദയത്തിലാണെന്നറിയിച്ച പ്രധാനമന്ത്രി ആക്സിയാൻ 4 ദൗത്യത്തിന് മുഴുവൻ ഇന്ത്യക്കാരുടെയും പേരിൽ ആശംസകൾ നേർന്നു. 140 करोड़ भारतवासियों की भावनाएं भी हैं. मेरी आवाज में सभी भारतीयों का उत्साह और उमंग शामिल है. ഇന്ത്യ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയതിൽ അഭിമാനം. കഠിനാധ്വാനം ചെയ്താൽ രാജ്യത്തിന് ഏറെ മുന്നേറാം. ആകാശത്തിന് അതിരുകളില്ലെന്നും യുവതലമുറയോട് ശുഭാംശു. 24, ഡൽഹി. കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിൽ തടവുകാരന്റെ പരാക്രമം. വാതിലും നിരീക്ഷണ ക്യാമറയും അയാൾ അടിച്ച് തകർത്തു. കോഴിക്കോട് കല്ലായി സ്വദേശി ഇൻസുദ്ദീനാണ് ആക്രമണം നടത്തിയത്. അരുൺ പൂപ്പറമ്പ് കണ്ണൂരിൽ നിന്ന് മറ്റു വിവരങ്ങൾ നൽകും. അരുൺ, വിശദാംശങ്ങൾ. ഇന്ന് രാവിലെയാണ് കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിൽ ഈ തടവുകാരന്റെ പരാക്രമം അരങ്ങേറിയത്. കോഴിക്കോട് കല്ലായി സ്വദേശിയായിട്ടുള്ള ഇൻസുദ്ദീനാണ് ജയിലിലെ 1ാമത്തെ സെല്ലിലാണ് തടവിൽ കഴിയുന്നത്. അതിനിടെ ഇന്ന് രാവിലെ ജയിൽ വാർഡന്മാർ അവിടെ പരിശോധനയ്ക്ക് വേണ്ടി സെല്ലിലേക്ക് എത്തിയ സമയത്താണ് ആദ്യഘട്ടത്തിൽ ഈ വാർഡന്മാരും അതോടൊപ്പം തന്നെ ഈ ഇൻസുദ്ദീനും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുന്നു. ഇയാൾ സ്ഥിരം ജയിലിൽ പ്രശ്നക്കാരനാണ് എന്നതാണ് സൂപ്രണ്ടിന്റെ പരാതിയിൽ പറയുന്നത്. അങ്ങനെ വാക്കുതർക്കമുണ്ടാവുന്നു. അതിനുശേഷം ആ സെല്ലിലുണ്ടായിരുന്ന ശുചിമുറിയുടെ വാതിൽ ഇയാൾ അടിച്ചു തകർക്കുകയായിരുന്നു. ഈ വാതിൽ ഉപയോഗിച്ചാണ് അവിടെ ഉണ്ടായിരുന്ന സെല്ലിൽ ഉണ്ടായിരുന്ന നിരീക്ഷണ ക്യാമറ കൂടി ഇൻസുദ്ദീൻ അടിച്ചു തകർത്തത്. ഇപ്പോൾ സ്പെഷ്യൽ സബ് സൂപ്രണ്ട് ടൗൺ പോലീസിൽ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ PDPP ആക്ട് പ്രകാരം അതായത് പൊതുമുതൽ നശിപ്പിച്ച പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ഏകദേശം 60,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് സൂപ്രണ്ടിന്റെ പരാതിയിൽ പറയുന്നത്. ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണ് എന്നതാണ് പരാതിയിൽ സൂചിപ്പിക്കുന്നത്. ഇയാളെ ജയിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചതായും ജയിൽ അധികൃതർ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു അരുൺ പൂപ്പറമ്പ്. ഷീജ MK പറയുന്നു, പാവ ഡോക്ടർ, ഇനി എന്ത് സംഭവിക്കുമോ എന്തോ, നവീൻ ബാബുവിനെ പോലെ ആകാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഡോക്ടർക്കൊന്നും സംഭവിക്കില്ല, അദ്ദേഹം ധൈര്യമായി കാര്യങ്ങൾ പറയട്ടെ. മുല്ലപ്പെരിയാർ നാളെ ഡാമിന്റെ ഷട്ടർ തുറക്കും. അതിന്റെ വിശദാംശങ്ങളിലേക്ക്. ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ ഡാമിന്റെ ഷട്ടർ നാളെ തുറക്കും. നാളെ രാവിലെ 10 മണിക്ക് ഷട്ടർ ഉയർത്തുമെന്ന് തമിഴ്നാട് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. പെരിയാർ തീരത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. രാഹുൽ വിജയൻ ടെലിഫോണിൽ ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഈ തീരുമാനം ഉറച്ച തീരുമാനമാണോ, അത് ഇനി ജലനിരപ്പ് ലേശം താഴ്ന്നാൽ തീരുമാനം മാറ്റുമോ?
നിലവിലത്തെ സാഹചര്യത്തിൽ 136 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ 10 മണിയോടുകൂടി സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് പെരിയാറിലേക്ക് 1000 ഘനയടി വെള്ളം ഒഴുക്കുമെന്നാണ് തമിഴ്നാട് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ മഴ കുറഞ്ഞു ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞാൽ ഈ തീരുമാനം മാറ്റാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല. സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം ഒഴുക്കാനുള്ള സാധ്യത തന്നെ കാണുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം, ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ തമിഴ്നാട് ഈ മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. മാറ്റിപ്പാർപ്പിക്കേണ്ട ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ അവരെ കൃത്യമായി മാറ്റിപ്പാർപ്പിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല പെരിയാറിൽ ജലനിരപ്പ് ഒത്തിരി താഴെയാണ് നിൽക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ഈ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കുകയാണ് എങ്കിൽ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട അളവിൽ പെരിയാറിൽ ഉയരുകയില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ആശങ്കയും നിലവിൽ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ്. മഴ കനക്കുകയാണ് എങ്കിൽ പക്ഷേ കാര്യങ്ങൾ മാറി മറിയും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്തായാലും 136 അടിയിലേക്ക് ജലനിരപ്പ് എത്തുന്നു. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ 10 മണിയോടുകൂടി നിലവിലത്തെ സാഹചര്യത്തിൽ നാളെ രാവിലെ 10 മണിയോടുകൂടി സ്പിൽവേ ഷട്ടറുകൾ തുറക്കും എന്നുള്ളതാണ് തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, രാഹുൽ വിജയനാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. എത്ര വലിയ മഴയാണെങ്കിലും കളക്ടറുടെ ഒറ്റ അവധി പ്രഖ്യാപനം വന്നാൽ മഴ അവിടെ നിൽക്കും. നാളെ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തുണിയെല്ലാം ഒന്ന് അലക്കിയിടാമായിരുന്നു എന്നാണ് ജ്യോതിഷ് മണ്ണാർക്കാട് പറയുന്നത്. അങ്ങനെയും ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അവധി പ്രഖ്യാപിച്ചിട്ട് മഴ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് അവധി പ്രഖ്യാപിച്ചതിൻ്റെ കുഴപ്പമല്ല, മഴയുടെ മഹാമനസ്കതയില്ലായ്മയാണ്. മലപ്പുറം പാങ്ങിൽ 1 വയസ്സുകാരൻ ചികിത്സ ലഭിക്കാതെ മരിച്ചു എന്ന പരാതിയിൽ കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്തു. പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം. സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, ഏത് രീതിയിലുള്ള പരാതിയാണ് ഉയർന്നത്? SKN 1 വയസ്സുള്ള കുഞ്ഞാണ് ഇന്നലെ വൈകുന്നേരം പാങ്ങിൽ മരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നത്. കുഞ്ഞിന് കാര്യമായ ചികിത്സ മാതാപിതാക്കൾ നൽകാൻ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് കുഞ്ഞിന്റെ മരണം എന്നുള്ളതായിരുന്നു പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നത്. ഈ പടിഞ്ഞാറ്റുമുറി ജുമാ മസ്ജിദിലായിരുന്നു കുഞ്ഞിന്റെ കബറടക്കം നടന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ കാടാമ്പുഴ പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തി കബറിടം തുറന്ന് കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നാളെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് മരണകാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇന്നലെ വൈകുന്നേരമാണ് ഈ കുഞ്ഞ് മരിക്കുന്നൊരു ഘട്ടം ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞ് ഈ പാല് കുടിച്ചതിന് ശേഷം കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ഒരു പരാതി എന്നുള്ളത് കുഞ്ഞിന് നേരത്തെ മഞ്ഞപ്പിത്തം രോഗമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചികിത്സ കുഞ്ഞിന് നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളൊക്കെ തന്നെ ആധുനിക മെഡിസിന് എതിരായിട്ടുള്ള പ്രചാരണം നടത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ കുഞ്ഞ് വീട്ടിൽ പ്രസവിക്കപ്പെട്ട കുഞ്ഞു കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് യാതൊരുവിധ കുത്തിവെപ്പും നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം കൂടിയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നത്. പിന്നാലെ ആരോഗ്യവകുപ്പും ഈ പോലീസും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ഇർവിൻ ബാബു വരുന്ന വാർത്താ റിപ്പോർട്ടിങ്ങും അതോടൊപ്പം പ്രേക്ഷകരുടെ കമൻറ്റുകളും ഒരേ സമയം പരിഗണിക്കുന്ന SKN സംബന്ധിച്ചിരിക്കുന്നു. പരിഗണിക്കണ്ടേ? നിങ്ങൾ കൂടി ഇടപെടുമ്പോഴല്ലേ വാർത്ത പൂർണ്ണമാകൂ. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പുണ്ട്. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും എന്നാണ് മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത്. ബാക്കി എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ മുന്നറിയിപ്പുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ്. സൗരാഷ്ട്ര, കച്ചിന് ചേർന്നുള്ള വടക്കു കിഴക്കൻ അറബിക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. തെക്ക് പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതട പശ്ചിമ ബംഗാളിനും മുകളിലായുള്ള ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയും കാലവർഷത്തെ സ്വാധീനിക്കാം എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തുടരുന്നതിനാൽ പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നദിയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പീച്ചി ഡാമിലെ 4 ഷട്ടറുകൾ തുറന്നതിനെ തുടർന്ന് മണലിപ്പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. 24 തിരുവനന്തപുരം. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. മിന്നൽ പ്രളയത്തിൽ ഹിമാചൽ പ്രദേശിൽ മരിച്ചവരുടെ എണ്ണം 7 ജമ്മുകശ്മീർ, ഉത്തരാഖണ്ഡ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കനത്ത മഴയിൽ UPയിലെ നോയിഡയിൽ വെള്ളക്കെട്ടുണ്ടായി.
ദുരന്ത നിവാരണ സേന നടത്തിയ തെരച്ചിലാണ് കുളുവിൽ കാണാതായ 3 പേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയത്. മറ്റു 2 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇതോടെ ഹിമാചലിൽ മാത്രം മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7 കുടുങ്ങിക്കിടക്കുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനവും തുടരുകയാണ്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ബദ്രിനാഥ് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നന്ദപ്രയാഗിന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത്. നിരവധി വീടുകളും റോഡുകളും വെള്ളത്തിനടിയിലായി. മഴക്കെടുതി നേരിടാൻ മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖുവിന്റെ നേതൃത്വത്തിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. ഉത്തരാഖണ്ഡിൽ അടുത്ത 24 മണിക്കൂർ അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിർദ്ദേശം നൽകി. അതിനിടെ പുരാവസ്തു വകുപ്പ് നടത്തിയ തെർമൽ സ്കാനിംഗിൽ താജ്മഹലിന്റെ താഴികക്കുടത്തിൽ വിള്ളൽ കണ്ടെത്തി. സംരക്ഷിത സ്മാരകങ്ങളിൽ നടത്തുന്ന പതിവ് പരിശോധനയിലാണ് വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടത്. പ്രശ്നം ഗുരുതരമല്ലെന്നും വിള്ളൽ അടയ്ക്കാനുള്ള പ്രവർത്തനം തുടങ്ങിയതായും പുരാവസ്തു വകുപ്പ് അറിയിച്ചു. 24 ഡൽഹി. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. തൃശൂർ ഷൊർണൂർ പാതയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ട്രാക്കിലെ മണ്ണ് പൂർണ്ണമായും മാറ്റി. വള്ളത്തോൾ നഗർ സ്റ്റേഷനിൽ പിടിച്ചിട്ട ഗരീബ് രഥ് എക്സ്പ്രസ് യാത്ര പുനരാരംഭിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. പൂർണ്ണമായും ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്ന സന്തോഷകരമായ വാർത്ത വരുന്നുണ്ട്. പ്രിയപ്പെട്ട ഒരു പ്രേക്ഷകൻ പറയുന്നു, സ്ഥിരം പ്രേക്ഷകരെ ഇമോഷൻ കൊണ്ട് തളച്ചിടുകയാണ് 24. പരിപാടികളിൽ ഒരു വ്യത്യസ്തയും ഇല്ല. എല്ലാവരെയും ഇവിടെ തന്നെ തുടരുമെന്ന ഒരു ഓവർ കോൺഫിഡൻസ്. അങ്ങനെ ഒരു കോൺഫിഡൻസും ഇല്ല. ഈ റിമോട്ട് എന്നൊരു സാധനം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പിതുക്കിക്കൊണ്ടിരിക്കും. എന്നാ പിതുക്കലാണെന്നറിയാം. നമ്മൾ പിതുക്കൽ സ്പെഷ്യലിസ്റ്റുകളാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള ആർക്കും കോൺഫിഡൻസ് ഇല്ല എത്ര ദിവസം കൂടെ നിൽക്കുമെന്ന്. പക്ഷേ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പ്രേക്ഷകരുണ്ടല്ലോ, അവർ അവിടെ നിൽക്കും. അഹമ്മദാബാദ് വിമാന ദുരന്തം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഓഫീസിൽ പാർട്ടി നടത്തിയ 4 ജീവനക്കാരെ എയർ ഇന്ത്യ പുറത്താക്കി. എയർ ഇന്ത്യ സാറ്റ്സിൻ്റെ ഗുരുഗ്രാം ഓഫീസിലാണ് ദുഃഖാചരണം നിലനിൽക്കെ പാർട്ടി സംഘടിപ്പിച്ചത്. വ്യോമയാന മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പാർലമെന്റ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി അടുത്തയാഴ്ച യോഗം ചേരും. അഹമ്മദാബാദിൽ 274 പേരുടെ ജീവനെടുത്ത അപകടം നടന്ന് ദിവസങ്ങൾക്കകം ഓഫീസിൽ ആഘോഷം സംഘടിപ്പിച്ചതിനാണ് നടപടി. എയർ ഇന്ത്യ സാറ്റ്സിലെയും എയർപോർട്ട് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിലെയും 4 ജീവനക്കാരോടും കമ്പനി രാജി എഴുതി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. കമ്പനി CFO ഉൾപ്പെടെ മുതിർന്ന ജീവനക്കാർ പങ്കെടുത്ത പാർട്ടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. ജീവനക്കാരുടെ പെരുമാറ്റം കമ്പനിയുടെ മൂല്യങ്ങൾക്ക് ചേർന്നതല്ലെന്ന് എയർ ഇന്ത്യ സാറ്റ്സ് പ്രതികരിച്ചു. അതിനിടെ അഹമ്മദാബാദ് ഉൾപ്പെടെ അടുത്തിടെ രാജ്യത്തുണ്ടായ വ്യോമയാന അപകടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പാർലമെന്റ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി യോഗം ചേരുന്നത്. ജൂലൈ 8 നടക്കുന്ന യോഗത്തിലേക്ക് ബോയിംഗ് കമ്പനി പ്രതിനിധി, വ്യോമയാന സെക്രട്ടറി, DGCA, DG ഉൾപ്പെടെയുള്ളവരെ വിളിപ്പിച്ചിട്ടുണ്ട്. അപകടവുമായി ബന്ധപ്പെട്ട് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്നും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ നിന്നുമുള്ള വിവരങ്ങൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ലബോറട്ടറിയിൽ അവലോകനം ചെയ്തു വരികയാണ്. അന്വേഷണത്തിൽ അന്താരാഷ്ട്ര വ്യോമയാന ഏജൻസിയുടെ വിദഗ്ധനെ നിരീക്ഷകനാക്കാനും ഇന്ത്യ അനുവദിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ അഭ്യർത്ഥന പ്രകാരമാണ് തീരുമാനം. ഡൽഹിയിലെ AAIB ലാബിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചു. 24 ഡൽഹി. പ്രൈം ടൈം തുടരുകയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ബ്ലോഗർക്കെതിരെ മലപ്പുറം കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ പരാതി കൊടുത്തു. കൊണ്ടോട്ടി സ്വദേശി പാണാലി ജുനൈസിനെതിരെയാണ് നഗരസഭാ ചെയർപേഴ്സൺ നിത ഷഹീർ പരാതി കൊടുത്തത്. ദേശീയപാതയിലെ തകർച്ചയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് ചെയർപേഴ്സൺ കൊടുത്തിരിക്കുന്ന പരാതി കൊടുത്തത് SP-ക്ക് പരാതി കൊടുത്തു. പോലീസ് കേസായിട്ട് മുന്നോട്ട് പോകണം എന്നാണ്. ഞാനെന്ന പദവിയെ അപമാനിക്കുക അല്ലെങ്കിൽ എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ, മീൻസ് എൻ്റെ പദവിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ വ്യക്തിത്വം, ഒരു നെഗറ്റീവ് ഇമേജ് ഭരണസമിതിക്കെതിരെയും അതുപോലെ ഞങ്ങളൊന്നിനും പറ്റാത്തവരാണ്, അല്ലെങ്കിൽ അവിടെ ഭരിക്കുന്നത് സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തരത്തിലുള്ള സോഷ്യൽ അറ്റാക്കുകൾ ഇല്ലാതാക്കണം. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണോ നമുക്ക് സൈബർ സെല്ലിലേക്ക് പരാതി കൊടുക്കണം എന്നുള്ളത് നിൽക്കുന്നുണ്ട്. ഫോർവേഡ് ചെയ്യാൻ പറയുന്നുണ്ട്. കേരള വനിതാ ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി കേസായിട്ട് അയാൾക്കെതിരെ ഡിഫോമേഷൻ കേസായിട്ട് മുന്നോട്ട് പോകണം തന്നെയാണ്. ഈ വിഷയത്തിൽ ബ്ലോഗറുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. അതായത് ഒരു കൊണ്ടോട്ടിയിലെ സാധാരണക്കാരനായ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ പിറകിൽ നിൽക്കുന്ന ഈ പൊതുജനങ്ങൾ, ഇവർ നീറ്റാണിമൽ എന്ന് പറയുന്ന സ്ഥലം തുടങ്ങിയിട്ട് കുറുപ്പത്ത് വരെ എത്തുന്ന ഈ സ്ഥലം വരെ കടന്നു പോകാൻ ഏകദേശം ഒരു അരമണിക്കൂർ 45 മിനിറ്റോളം ഇവർ സമയമെടുക്കുകയാണ്.
ഈ ഒരു അവസ്ഥയിൽ ഞാനും എൻ്റെ സ്കൂട്ടിയോ എൻ്റെ കാറോ കൊണ്ട് ഈ റോഡിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും കാണേണ്ടത് ഇതാണ്. ഞാൻ ചോദിച്ചതോ ഞാൻ പറഞ്ഞതിലോ ഒരു തെറ്റുമില്ല. കാരണം നിങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ നേരെ നിങ്ങൾ മൈക്ക് ചൂണ്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും മോശമായ ഭാഷയിൽ അവർ നിങ്ങളോട് പ്രതികരിക്കും. കാരണം ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഇത് മടുത്തിട്ടുണ്ട്. സമീർ ബിൻ കരി മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സമീർ, ഈ ബ്ലോഗറിന്റെ പരാതിയിൽ എന്തെങ്കിലും കഴപ്പുണ്ടോ? ചെയർപേഴ്സൺ പറയുന്നത് പോലെ ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും ഉണ്ടായിരുന്നോ? SKN മലപ്പുറം കൊണ്ടോട്ടിയിൽ ദേശീയപാതയിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുഭവപ്പെടുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഈ വ്ളോഗർ പാണാളി ജുലൈസ് എന്ന് പറയുന്ന യുവാവ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചത്. വീഡിയോയിലാണ് ഈ നഗരസഭാ ചെയർപേഴ്സൺ നിത ഷഹീറിനെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ഭാഗമുള്ളത് എന്നുള്ളതാണ് ചെയർപേഴ്സന്റെ പരാതി. അതിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചെയർപേഴ്സണെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ചെയർപേഴ്സൺ പരാതിയായി ചൂണ്ടിക്കാണിക്കുന്നത്. തൻ്റെ വീഴ്ചയോ തൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തൻ്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ട് തൻ്റെ കാര്യനിർവഹണത്തിലോ എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അതല്ലാതെ തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതി ശരിയല്ല എന്നുള്ളതാണ് ഈ ചെയർപേഴ്സൺ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ നമുക്കും അത്തരം ഒരു അധിക്ഷേപ പരാമർശങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്കും വനിതാ കമ്മീഷനുമാണ് ചെയർപേഴ്സൺ പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് പോലീസ് കാര്യമായ നടപടിയിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ വ്ളോഗർ വ്യക്തമാക്കുന്നത് താൻ ആരെയും അധിക്ഷേപിക്കാൻ വേണ്ടി തീരുമാനിച്ചതല്ല, മറിച്ച് താൻ ഈ വളരെ കൃത്യമായി കൊണ്ട് നഗരസഭയുടെയും അതോടൊപ്പം തന്നെ അധികൃതരുടെയും വീഴ്ചയാണ് ചൂണ്ടിക്കാണിച്ചത്. അതിൽ താൻ ഉറച്ചു നിൽക്കുന്നു, തന്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്നുള്ളതാണ് വ്ളോഗർ വ്യക്തമാക്കുന്നത്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ഇനി പകൽ നേരത്തെ ഇന്നത്തെ പകൽ വന്ന വാർത്തകളിലേക്ക്. വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്താ പകൽ. കൊൽക്കത്തയിൽ കൂട്ടബലാത്സംഗത്തിനിരയായ വിദ്യാർത്ഥിനി നേരിട്ടത് അതിക്രൂര പീഡനം. ശരീരത്തിൽ നിരവധി മുറിവുകൾ. ഹോക്കി സ്റ്റിക്ക് കൊണ്ട് മർദ്ദിച്ചെന്ന് പെൺകുട്ടിയുടെ മൊഴി. ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു. പീഡന വിവരം പുറത്തറിയിച്ചാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. പീഡനം പ്രതികളിൽ ഒരാളുടെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതോടെ തൃശൂർ കോർപ്പറേഷന് മുന്നിൽ ശവപ്പെട്ടിയുമായി UDF കൗൺസിലർമാരുടെ പ്രതിഷേധം. UDF പ്രതിഷേധം റോഡിലെ കുഴിയിൽ വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള BJP മാർച്ചിൽ സംഘർഷം. LDF സ്ഥാപിച്ച ഫ്ലക്സ് തകർത്തു. എറണാകുളം ചെല്ലാനത്ത് മന്ത്രി സജി ചെറിയാനെതിരെ പ്രതിഷേധം. മത്സ്യഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനത്തിനിടെ കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ്. കണ്ണമാലി മേഖലയിലെ കടൽക്ഷോഭം പ്രതിരോധിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. യൂത്ത് കോൺഗ്രസിനെതിരെ മന്ത്രി വെറും ഷോ എന്ന് സജി ചെറിയാൻ. കൊച്ചിയിൽ ഷോറൂം തൊഴിലാളിയുടെ മരണത്തിനിടയാക്കിയ റേഞ്ച് റോവർ കാർ അപകടം മാനുഷിക പിഴവ് മൂലമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. അപകടത്തിന് പിന്നാലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ. എറണാകുളം ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. എയർ ഇന്ത്യ സാറ്റ്സ് ജീവനക്കാർക്കെതിരെ നടപടി. ജോലിസ്ഥലത്ത് ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ച 4 ജീവനക്കാരെ പുറത്താക്കി. അഹമ്മദാബാദ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവനക്കാരുടെ പെരുമാറ്റം കമ്പനിയുടെ മൂല്യങ്ങൾക്ക് ചേർന്നതല്ല എന്ന് വിമർശനം. അടിയന്തര നടപടി. ആഘോഷ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ നടിയും മോഡലുമായ ഷെഫാലി ജരിവാലിയുടെ മരണത്തിൽ അന്വേഷണം. ഭർത്താവും നടനുമായ പരാഗ് ത്യാഗിയുടെ മൊഴി രേഖപ്പെടുത്തി. വീട്ടുജോലിക്കാരെ ചോദ്യം ചെയ്യുന്നു. കുടുംബാംഗങ്ങളിൽ നിന്ന് വിവരങ്ങൾ തേടും. അബോധാവസ്ഥയിൽ ആശുപത്രിയിലെത്തിച്ച ഷെഫാലി മരിച്ചത് ഇന്ന് പുലർച്ചെ. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. 24 ഇമ്പാക്ട്. ബൈക്കിൽ 3 പേർ സഞ്ചരിച്ചതിന് യുവാവിനെ ബേപ്പൂർ SI മർദ്ദിച്ചു എന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷൻ അന്വേഷണം നടത്തി 15 ദിവസങ്ങൾക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം. അടുത്ത മാസം 29-ന് കോഴിക്കോട് പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിൽ നടക്കുന്ന സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കും. ബേപ്പൂരിലെ അനന്തുവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ആരോപണം ഉയർന്നത്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. മിഥില, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ വിവരങ്ങൾ. SKN ഈ സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണറോട് ഈ വിഷയം അന്വേഷിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടുള്ളത്. 3 പേർ ബൈക്കിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു ആദ്യം അനന്തുവിൻ്റെ ബൈക്ക് കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് അനന്തുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് അനന്തുവിൻ്റെ പരാതി. അനന്തു ആ പരാതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും ഒപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഇടപെടലുണ്ടായിരിക്കുന്നത്. കേസെടുത്തിട്ടുണ്ട്. ജൂലൈ 29-ന് നടക്കുന്ന സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കും. SKN. താങ്ക് യു മിഥില ബാലൻ. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.